പത്തനംതിട്ട മേക്കുഴൂർ ഋഷികേശ ക്ഷേത്രത്തിലെ സംഘർഷത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരായ 7 പേർ അറസ്റ്റിൽ. ക്ഷേത്രത്തിൽ ഗാനമേളക്കിടെയുണ്ടായ സംഘർഷങ്ങളുടെ തുടർച്ചയായാണ് ഇന്നലെ രാത്രി അക്രമമുണ്ടായത്. ഋഷികേശ ക്ഷേത്രത്തിൽ അക്രമം നടത്തുകയും സാധന സാമഗ്രികൾ നശിപ്പിക്കുകയും ചെയ്തുവെന്ന കേസിലാണ് അറസ്റ്റ്. ഡിവൈഎഫ്ഐ മൈലപ്ര മേഖലാ സെക്രട്ടറി ജോജോ കെ വിൽസൺ, പ്രസിഡന്റ് VS അബിൻ, രഞ്ജിത്ത്, അരവിന്ദ്, അനു ജോൺ, അനു ആൽബിൻ എന്നിവരാണ് പിടിയിലായത്. ഇന്നലെ വൈകുന്നേരം 8 മണിയോടെയായിരുന്നു അക്രമം. ക്ഷേത്രത്തിലെ കഴകം ശ്രീജിത്ത് എന്ന് പറയുന്ന പയ്യൻ വഞ്ചി താഴത്തെ നമ്മുടെ കാണിക്ക വഞ്ചിയിൽ നിന്ന് പണം എടുത്ത് മുകളിൽ കൊണ്ടുപോയി സ്ട്രോങ് റൂമിൽ വെച്ചിട്ട് വെളിയിലോട്ട് വരുമ്പോഴാണ് ഈ ശബ്ദം കേട്ട് ആരാന്ന് നോക്കാൻ ചെല്ലുമ്പം അദ്ദേഹത്തിനെ അടിക്കാനായിട്ട് കുറേ ആൾക്കാർ വെരിക്കൽ പുരയിലോട്ട് കയറുകയാണ്. അദ്ദേഹം പേടിച്ച് അകത്ത് കയറി. അപ്പോൾ ക്ഷേത്ര പൂജാരി അകത്ത് പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവർ കഥ കടച്ചു. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന ആ കഴകം ബഹളമൊക്കെ ഓടി ഞങ്ങളുടെ സെക്രട്ടറി സനീഷ് അപ്പോൾ ഓഫീസിലിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ഈ വിവരം പറഞ്ഞു. മാരകായുധങ്ങളുമായാണ് സംഘം എത്തിയത്. ക്ഷേത്ര ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുകയും ബോർഡുകളും മറ്റും നശിപ്പിക്കുകയും ചെയ്തുവെന്ന് പരാതിയിൽ പറയുന്നു. ഇതിനിടെ 2 പേർ കസേരകൾ വലിച്ചെറിഞ്ഞുവെന്നും മൈക്ക് സെറ്റ് സാധനങ്ങൾ നശിപ്പിച്ചതായും പരാതിയുണ്ട്. മൊഴി കൊടുക്കുന്ന സമയത്ത് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഈ എന്നെ വരെ ഭീഷണിപ്പെടുത്തി ഈ പ്രതികൾ. അപ്പോൾ വ്യക്തമായ ഒരു പാർട്ടിയുടെ ഇതുണ്ടായിരിക്കുമല്ലോ. അവർ ഇത്ര പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് പോലും ഞങ്ങളെ ഭീഷണിപ്പെടുത്തും, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ എന്ന രീതിയിൽ തന്നെയാണ് അവർ സംസാരിച്ചത്. അപ്പോൾ പാർട്ടിയുടെ ശക്തമായൊരു പിന്തുണ കാണും, അല്ലെ അവരിങ്ങനെ ചെയ്യത്തില്ല. അവരെ ശരിക്കും ലഹരി പദാർത്ഥങ്ങൾക്ക് ഉപയോഗിച്ച് ഉത്സവത്തിന് അവിടെ വന്നതാണ്. അപ്പോൾ പോലീസ് തന്നെയാണ് അവരെ ഓടിച്ചത്. അപ്പോൾ അതിൻ്റെ പ്രതികാരം തീർക്കാനാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറി വന്നത് കാര്യങ്ങൾ. ഇപ്പം ഞങ്ങളാണ് കേസ് കൊടുത്തതെന്നുള്ള രീതിയിലൊക്കെ വന്നത്. അതിനു വേണ്ടിയിട്ടാണ് അവർ വന്നത്. അക്രമവേളയിൽ സംഘാംഗങ്ങൾ മദ്യലഹരിയിലായിരുന്നുവെന്നാണ് സൂചന. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.